ഹലോ മച്ചന്മാരെ, രാവിലെ എണീറ്റൊന്ന് കർട്ടനൊക്കെ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും കപ്പൽ റണ്ണിങ്ങിലല്ല. അപ്പം മനസ്സിലായി കവരത്തിയാലും ജത്തി എന്നിട്ടോ. അങ്ങനെ ഒന്ന് പല്ലൊക്കെ തേച്ച് നേരെ പുറത്തൊന്ന് ഇറങ്ങി നോക്കിട്ടോ. പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും കിടിലൻ വ്യൂ. ഇവിടെ നിന്ന് ആളൊക്കെ കയറി നാട്ടിലേക്ക് പോകണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇവിടുന്ന് 2.5 മണിക്കൂറിന്റെ ഓട്ടം ഉണ്ട്. 12 മണി ആകുമ്പോഴത്തേക്കും അനൗൺസ്മെന്റ് വന്ന് ഫുഡ് റെഡിയായെന്ന്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ക്യാൻറ്റീനിൽ പോയി എന്താ ഫുഡ് നോക്കുമ്പോഴത്തേക്കും വെറുംചോറും ചിക്കൻ പൊരിച്ചയും കുറച്ച് സാധാ കറിയും. അപ്പോൾ ഇന്നലെ ബിരിയാണി കഴിച്ചുകൊണ്ട് നമുക്ക് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ 3:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ അഗത്തി ഐലൻഡ് എത്തിട്ടോ. നാട്ടിലെത്തിയ സന്തോഷത്തിലാണ് നമ്മളെ ചങ്ങായിമാര്. ഈ സൂനെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അവിടെ കൂടി വരുന്ന തല്ലാനൊന്നും ഇല്ല കേട്ടോ. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ ഈ കപ്പലിലുണ്ട്. ഓരെ സ്വീകരിക്കാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. ആദ്യം തന്ന കപ്പലിൽ നിന്ന് ഞാൻ ചാടി ഇറങ്ങിയപ്പോൾ എന്റെ ചങ്ങ ഇവിടെ കാത്തു വെക്കുണ്ടേന്. എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഓൻ പോയി. നമ്മളെ നാട്ടിലെത്തിയിട്ട് ചക്കന്മാരെ കൂട്ടി എത്തിയിട്ടുണ്ട് മക്കളെ. ഇനി ഇവിടത്തെ പൊളിക്കൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ ഫുട്ബോൾ മാച്ച് നടക്കണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫൈനൽ ആട്ടോ ഇന്ന്. അപ്പൊ അത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ പോയി. ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ലൈമും കുടിച്ച് ബീച്ചിൽ പോയി കുറച്ച് സമയം സൊറ പറഞ്ഞ് നേരെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി.